Hi friends, Assalamualaikum. Welcome back SHANSHABI recipes. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. റവ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. റവ കൊണ്ട് ഞാൻ നേരത്തെ സ്നാക്ക് ഉണ്ടാക്കിയായിരുന്നു. അതുപോലത്തെ ഒരു ഡിഫറൻറ്റ് തന്നെയാണ്. അതിനു മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുക. ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുമ്പോൾ ഓൾ തന്നെ പ്രസ് ചെയ്യണം. എന്നാൽ ഞാൻ എന്ന വീഡിയോസ് നിങ്ങൾ നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. ഇപ്പോൾ നമ്മുടെ പാനിൽ ഒഴിച്ച വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. 1/4 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. അത് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് റവ ഇട്ട് കൊടുക്കണം. 1/4 കപ്പ് വെള്ളത്തിന് 1/2 കപ്പ് റവ എന്ന റേഷ്യോ ആണ്. ഇനി കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കട്ടകളൊന്നും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ലോ ടു മീഡിയം ഫ്ലെയിം ഇട്ടാൽ മതി. നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടണം. പിന്നെ 1/4 കപ്പ് ഉള്ളത് കറക്റ്റ് റേഷ്യോ ആണ്. അതുകൊണ്ടാണ് ഞങ്ങളോട് കൃത്യമായിട്ട് പറയുന്നത്. ഞാനിപ്പോൾ ചെറിയൊരു ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നത്. നിങ്ങൾ കുറച്ച് കൂടുതൽ വേണമെങ്കിൽ ഇതിൻ്റെ ഡബിൾ ഇരട്ടി എടുത്താൽ മതി. അപ്പം നമ്മുടെ റവ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ ഇതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ചൂടാറിയ ശേഷം അതിലേക്ക് ബോയിൽ ചെയ്ത് മാഷ് ചെയ്ത പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം സൈസുള്ള പൊട്ടറ്റോ ആണ്. ചെറുതായിട്ട് ഒരു ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടാം. പിന്നെ ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് പൊടിയായി അരിഞ്ഞതാണ്. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, ഇത് കുറച്ച് എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഒന്നെടുത്തുള്ളൂ. പിന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിയില, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇതിൽ കുറച്ച് പൊടികൾ ആവശ്യമുണ്ട്. അതിലായിട്ട് 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് എരിവ് കൂട്ടോ കുറക്കുകയോ സ്കിപ്പ് ചെയ്യാം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്തെടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, കാരണം പൊട്ടറ്റോ വേവിക്കുമ്പോൾ ഞാൻ ഇതിലേക്ക് ഉപ്പ് ഇട്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് ഉപ്പ് ഇടണുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ കണക്കനുസരിച്ച് ടേസ്റ്റ് ചെയ്തിട്ട് നോക്കാം എത്ര ഉപ്പ് വേണമെന്ന്. നല്ലപോലെ കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതുപോലെ കൈകൊണ്ടൊന്ന് നല്ലപോലെ മിക്സ് ചെയ്യാം. ചെറുതായിട്ട് ചൂടൊക്കെ ഉണ്ട്. ആ ചൂടിൽ തന്നെ ആക്കിയോളൂ. നല്ലപോലെ ജോയിൻ്റ് ആയി കിട്ടുക, അല്ലെങ്കിൽ റവ കട്ടിയായി പോകും. അത് നിങ്ങൾക്ക് അറിയാമല്ലോ. അതുകൊണ്ട് തന്നെയാണ്. നല്ലപോലെ ഞാൻ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ഷേപ്പാണ് ആവശ്യം ആ ഷേപ്പൊക്കെ കയ്യിൽ കുറച്ച് എണ്ണ ഒന്ന് ഗ്രീസ് ചെയ്തിട്ട് ചെറിയൊരു ബോളാക്കി എടുക്കാം. നിങ്ങൾക്ക് ബോൾസിൽ വേണമെങ്കിൽ ബോൾസിൽ ചെയ്യാം. ഞാനിപ്പോൾ ഒരു ഫിംഗർ ഷേപ്പാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ ഷേപ്പ് മാറ്റാം. ഇതുപോലെ ഒരു ഫിംഗർ ഷേപ്പാണ് ചെയ്യുന്നത്. ഇങ്ങനെ തന്നെ എല്ലാം ചേർത്തിട്ടുണ്ട്. ഇതുവരെ വളരെ കറക്റ്റായിട്ടായിരുന്നു ചെയ്തിരുന്നത്. ഒരു കുഴപ്പവും ഉണ്ടായില്ല. പിന്നെ എണ്ണയ്ക്ക് ഇട്ടപ്പോൾ ആകപ്പാടെ പണി പാളി. ആ പണി പാളില്ല എന്താണെന്ന് ഞാൻ ലാസ്റ്റ് നിങ്ങൾക്ക് വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാം ഷെയർ ചെയ്യണമല്ലോ. അപ്പോൾ എന്ത് സംഭവിച്ചെന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നുണ്ട്. ഫ്രൈ ചെയ്യുമ്പോഴൊന്നും കുഴപ്പമില്ല. ജസ്റ്റ് മറിച്ച് ഇട്ടപ്പോൾ പിന്നെ ഒക്കെ തല തിരിഞ്ഞിട്ടാണ് സംഭവിച്ചത്. പിന്നെ ഞാൻ ചെയ്തത് കുറച്ച് മൈദപ്പൊടിയിലൊന്ന് കോട്ട് ചെയ്തെടുത്തു. അതുകൊണ്ടാണ് ഇങ്ങനെയും ഒന്ന് കിട്ടിയത്. സംഭവം കറക്റ്റായിരുന്നു. ഇനി എൻ്റെ മിസ്റ്റേക്കാണെന്നല്ല, എന്നാൽ ബാക്കിയുള്ളതൊക്കെ ശരിയാവും ചെയ്തു. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുകയാണ് നിങ്ങളിത് ചെയ്യുകയാണെങ്കിൽ മൈദപ്പൊടിയിലൊന്ന് കോട്ട് ചെയ്തിട്ട് ഫിംഗേഴ്സ് എണ്ണയിലേക്ക് ഇടുക. എന്നാലേ ഉള്ളൂ കറക്റ്റ് നമുക്ക് കിട്ടുക. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഞാനിതൊരു പരീക്ഷണമല്ലേ, അതുകൊണ്ട് ചെയ്തതാണ്. എല്ലാം നിങ്ങളോട് പറയണമല്ലോ, അതുകൊണ്ട് എല്ലാം നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചു. ലാസ്റ്റ് നിങ്ങൾക്ക് ഇത് എന്ത് സത്യാവസ്ഥ മനസ്സിലാവും. മൈദയിൽ കോട്ട് ചെയ്തപ്പോൾ ബാക്കി എല്ലാം ശരിയായി. ഇതുപോലെ ഞാൻ മൈദയിലൊന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തെടുത്താൽ മതി. പേസ്റ്റ് ഒന്നും ആക്കണ്ട. ജസ്റ്റ് ഒന്ന് പൊടിയിൽ കോട്ട് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് അധികം എണ്ണയൊന്നും യൂസ് ചെയ്യണ്ട. വേസ്റ്റായി കളയണ്ടല്ലോ. അധികം എണ്ണയൊന്നും യൂസ് ചെയ്യണ്ട. അപ്പം നമ്മളെല്ലാം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടമാവും വിചാരിക്കുന്നു. നിങ്ങൾക്ക്
ഈ ഒരു അബദ്ധം പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാം നിങ്ങളോട് തുറന്നു പറഞ്ഞത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യണം. നമുക്ക് എന്താ കാണണ്ടേ? ഇതാണ് സംഭവം. ആകപ്പാടെ എന്തൊക്കെ പോലെയായി. നേരത്തിന് ശരിയാവുകയും ചെയ്തില്ല. അതുകൊണ്ടാണ് ഞാൻ മൈദപ്പൊടിയിൽ പിന്നെ കോട്ട് ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക.